ഭക്തനായ ആദിശങ്കരാചാര്യർ ദേവീപ്രീതിക്കായി കൊടജാദ്രിയിൽ പോയി തപസ്സിരുന്നു. കഠിന തപസ്സിനൊടുവിൽ അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷയായ സരസ്വതി ദേവിയോട് ആഗ്രഹമുണർത്തിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിട്ടുപോകാൻ ഭഗവതി ആദ്യം വിസമ്മതിച്ചെങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിനൊടുവിൽ ദേവി പ്രസാദിച്ചു. പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും അപ്പോൾ താൻ അപ്രത്യക്ഷയാകുമെന്നുമുള്ള ഒരു നിബന്ധനയും ദേവി അദ്ദേഹത്തിനു മുന്നിൽ വെച്ചു. ഈ നിബന്ധനയനുസരിച്ച് ദേവി ശങ്കരാചാര്യരെ അനുഗമിച്ചു. യാത്രാവേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലൊച്ച കേൾക്കാതെയായി. ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി വിഗ്രഹമായതായി കണ്ടു. ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു. ശങ്കരാചാര്യർ തന്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവിടെ നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞേ കൊല്ലൂരിലെത്താൻ പാടുള്ളൂ എന്നും ദേവിയോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ചോറ്റാനിക്കരയിൽ 4 മണിക്ക് നട തുറന്ന് നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞ് മൂകാംബികയിൽ രാവിലെ 5 മണിക്ക് നട തുറക്കുന്നു.